ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബിസ്ക്കറ്റ് കേക്കാണ്. അതിനായിട്ട് ഞാനിപ്പോൾ സൺഫീസ്റ്റിൻ്റെ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കാദ്യം ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം. ഇനി ഈ ബിസ്ക്കറ്റെല്ലാം നമുക്ക് 2 കഷ്ണങ്ങളാക്കി മുറിച്ചിടണം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മുഴുവൻ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ മുറിച്ചിട്ട ബിസ്ക്കറ്റെല്ലാം നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിനി ബിസ്ക്കറ്റിലോട്ട് ചേർക്കേണ്ടത് ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട ശേഷം നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ബിസ്ക്കറ്റെല്ലാം ഞാനിപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ ഒരു മുട്ട തട്ടി ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് ഒരു മുട്ട മതിയാകും. ഇനി ഒരു 3 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. ഒരു 1/4 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ലതുപോലെ അടിക്കുക. ഞാനിപ്പോൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റെല്ലാം ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് ചേർത്ത ശേഷം നമുക്ക് ഒരേ ഒരു തവണ മാത്രമേ അടിക്കാവൂ. കൂടുതലായിട്ട് അടിച്ചാൽ കേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല. ഇപ്പോൾ ഞാൻ എല്ലാം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കാഷ്യൂ നട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി കുക്കറിലാണ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.